ആകെ ഒരു കൺഫ്യൂഷൻ ആണല്ലോ. ഒരു പല്ല് പോയിട്ട് അത് വെക്കണോ വെക്കണ്ടായോ, അല്ല ഞാൻ വെച്ച് കഴിഞ്ഞാലാണോ വെക്കാതിരിക്കുന്നതാണോ എനിക്ക് ലാഭമായിട്ടുള്ളത് എന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ആണല്ലോ. എന്താ ചെയ്യുന്നേ? പല്ല് വെക്കണോ വെക്കണ്ടായോ, ഇത് ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ, എൻ്റെ പൈസ ഒരുപാട് നഷ്ടപ്പെടുത്തില്ലേ, ഇതൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനുകൾ പൊതുവേ നമ്മൾക്ക് ഉള്ളതാണ്. നിങ്ങളുടെ വായിക്കകത്തൊന്നും ഒരു പല്ല് പോട് കാരണമോ അല്ല പറിച്ച് കളഞ്ഞെന്ന് വെച്ചോളൂ. ആ പറിച്ചു കളഞ്ഞ ആ പല്ല് ഇരുന്ന ഭാഗത്തുള്ള എല്ല് കാലക്രമേണ തേഞ്ഞ് ചെറുതായി പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ എടുത്തു കളഞ്ഞ പല്ല് ഇരുന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും സ്ഥിതി ചെയ്യുന്ന മറ്റുള്ള പല്ലുകൾ ആ എടുത്ത ഗ്യാപ്പിലേക്ക് ചരിഞ്ഞു വരികയും, മൂന്നാമതായിട്ട് ഇതിന്റെ മേളിലുള്ള ഒരു പല്ലുണ്ടല്ലോ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പല്ല്, ആ പല്ലിന് കടിയിട്ടാത്ത സാഹചര്യത്തിൽ അത് താഴേക്ക് കിളിച്ചു വരികയും ആകെ വായിക്കകത്തുള്ള കടി ഒരു മിസ് അലൈൻമെന്റിലേക്ക് മാറുകയും ചെയ്യും. ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇത് ഓരോ ദിവസങ്ങൾ കഴിയും തോറും, നമ്മൾ പല്ല് വെക്കാതിരിക്കുന്ന ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് ഒരു ഡെന്റൽ ഇംപ്ലാന്റുകളോ അല്ലെങ്കിൽ ഒരു ക്രൗണോ ബ്രിഡ്ജോ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ചെറിയ പൈസയ്ക്ക് തന്നെ അത് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നാള് അല്ലെങ്കിൽ ഒരുപാട് മാസക്കാലം ഒരുപാട് വർഷങ്ങളോളം ഈ പല്ല് വെക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ല് തേഞ്ഞു പോകും, മറ്റുള്ള പല്ലുകൾ ചരിയും, മേലുള്ള പല്ല് താഴോട്ട് കിളിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഈ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ആ പർട്ടിക്കുലർ ടൈമിൽ കറക്റ്റ് ചെയ്താലേ ഒരു പല്ല് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പൊ എപ്പോഴാണോ നിങ്ങളുടെ പല്ല് നഷ്ടപ്പെടുന്നത് അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ ശരിക്കും ലാഭകരം. ഒറ്റ പല്ല് മാത്രമേ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. മറ്റേതാകുമ്പോൾ എല്ലാത്തിനെയും ശരിയാക്കി ഒരുപാട് പൈസ കളയേണ്ടതായിട്ട് വരും.